ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ കോൺഗ്രസിനുണ്ടായ തോൽവിയെക്കുറിച്ച് പഠിക്കാനും തെളിവെടുക്കാനുമാണ് KPCC നിയോഗിച്ച അന്വേഷണ സമിതി പാലക്കാട് എത്തിയത്. തൃശൂരിലെയും പാലക്കാട്ടെയും പ്രവർത്തകരുമായി പാലക്കാട് DCC ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ KPCC, DCC, ബ്ലോക്ക്, മണ്ഡലം, പോഷക സംഘടനാ ഭാരവാഹികളാണ് അന്വേഷണ സമിതിക്ക് മുൻപാകെ ആരോപണങ്ങളുമായി എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആണെന്നാണ് ഒരു വിഭാഗം ആരോപിച്ചത്. MP എന്ന നിലക്കുള്ള രമ്യയുടെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും ഇത് തോൽവിക്ക് കാരണമായെന്നും ഒരു വിഭാഗം പറഞ്ഞു. കോൺഗ്രസിന്റെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായ KC ജോസഫിനും R ചന്ദ്രശേഖരനും മുൻപാകെയാണ് രമ്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. KPCCക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരാജയം പഠിക്കാനായി KPCC നിയോഗിച്ച സമിതി ഞാനും സംസ്ഥാന INDC പ്രസിഡന്റ് C ചന്ദ്രശേഖരനും KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖുമാണ് കമ്മിറ്റി മെമ്പർമാർ. സിദ്ദിഖ് വന്നിട്ടില്ല. ഞങ്ങൾ തന്നെ തൃശ്ശൂരിലെ പഠനം നടത്തിയത്. തൃശ്ശൂരിലെ പഠനം പൂർത്തിയായി. ആലത്തൂരിലെ പരാജയം അപ്രതീക്ഷിതമാണ് കോൺഗ്രസിന്, UDFന്. കാരണം മാധ്യമ സർവേകൾ പോലും ആലത്തൂരെ പരാജയം അത്ര ശക്തമായി പറഞ്ഞിരുന്നില്ല. നിർബന്ധമായും കോൺഗ്രസ് കണക്കൂട്ടിയ സീറ്റാണ് ആലത്തൂരിൽ. അതിന് പരാജയ കാരണങ്ങളെപ്പറ്റി ഞങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ KPCC റിപ്പോർട്ട് കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും KPCC എടുക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച യോഗത്തിൽ അന്വേഷണ കമ്മീഷനെ കാണാൻ രമ്യ ഹരിദാസും എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അലംഭാവം കാണിച്ചതാണ് പരാജയത്തിന് കാരണമെന്ന് രമ്യ ഹരിദാസ് പക്ഷം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായ A തങ്കപ്പൻ കമ്മിറ്റികൾ വിളിച്ചു ചേർത്തില്ലെന്നും അന്വേഷണ സമിതിക്ക് മുൻപാകെ രമ്യ ഹരിദാസ് പക്ഷം ആരോപണം ഉന്നയിച്ചു. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.